5-ാം അധ്യായം. Let us turn our attention to the book of 1 Thessalonians chapter 5. 12 മുതൽ 24 വരെ, വേഴ്സസ് 12 through 24, അത്രയും വാക്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാം പറയുന്നില്ല, ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് 12 and 13 മാത്രം പറയാം. I am going to read through 12 through 24. I'm going to give you an outline for all these verses, but I am going to concentrate more on verses 12 and 13. ഞാൻ അതിനൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് നൽകിയിട്ട് വളരെ പെട്ടെന്നൊരാശയം പറയാനായിട്ട് വിചാരിക്കുകയാണ്. എല്ലാവരും വേദപുസ്തകത്തിലേക്ക് തന്നെ നോക്കണം. എല്ലാവരും Please listen very carefully and look into the Bible. 12-ാമത്തെ വാക്യം 12-13 ഞാനൊന്ന് ഉറക്കെ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുവിൻ എന്ന് പറഞ്ഞ് താഴോട്ട് എന്തൊക്കെ ദൈവമക്കൾ ചെയ്യണം, എന്തൊക്കെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ചെയ്യണം, അതിൻ്റെ കൾമിനേഷൻ എന്താണ്, അങ്ങനെ പറഞ്ഞു തീരുന്ന അതിമനോഹരമായ ഒരു കൺക്ലൂഡിങ് പോർഷനാണ് 12 to 24. 12 to 24 is a very beautiful verse. It shows what is a Christian conduct and what is the culmination. ഞാൻ പറയാം. 12-ാമത്തെ വാക്യം എല്ലാവരും നോക്കിയേ. 12-ാം വാക്യം ഒരു സഭയുടെ പാസ്റ്റർ വിശ്വാസികളോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാസ്റ്റർ ആൻഡ് ദ ബിലീവേഴ്സ്. അതാണ് 12-ാമത്തെ വാക്യം. Verse 12 shows how a pastor should have a relationship to the church. 13-ാമത്തെ വാക്യം നിങ്ങളെ അപ്പോസ്തലൻ വിടുന്നില്ല, വിശ്വാസി പാസ്റ്ററോട് എങ്ങനെ ആയിരിക്കണം എന്നാണ് 13-ാം വാക്യം. Verse 13, the apostle states how a believer should be to the pastor. കിട്ടിയല്ലോ 12 and 13 ഔട്ട്ലൈൻ. The outline we already received it. 14 and 15 വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് 14ഉം 15ഉം വാക്യം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിലീവേഴ്സ് ടു ബിലീവേഴ്സ്, അതാണ് വേഴ്സ് 14 and 15. 16 to 22 നമ്മൾ അവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഗോഡ്, ദൈവത്തോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് 16, 17, 18, 19 and 20 and 21. 22 and 23 എന്നുള്ളത് ഇങ്ങനെ ജീവിച്ചാലുള്ള റിസൾട്ടാണ് 23 and 24. ഒന്നുകൂടെ പെട്ടെന്ന് പറയാം, അത് പ്രസംഗിക്കാൻ സമയമില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. ഇതാദ്യം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇത് കഴിഞ്ഞൊരു ദിവസം ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു. ഞങ്ങളിങ്ങനെ വൈകിട്ട് പ്രാർത്ഥിക്കാനിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഔട്ട്ലൈൻ കിട്ടിയത് തന്നെ. ഇപ്പോൾ വായിക്കാൻ സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി നോക്കിച്ചാൽ മതി ഞാൻ പറഞ്ഞ് ശരിയാണെന്ന്. 12 ഒരു ഉപദേശി സഭയോട് എങ്ങനെ ആയിരിക്കണം. 13 വിശ്വാസി ഉപദേശിയോട് എങ്ങനെ ആയിരിക്കണം. അടുത്ത 2 വാക്യം ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആയിരിക്കണം. അതിനുശേഷമുള്ള 3 വാക്യം ദൈവമക്കൾ ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം. അതിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ റിസൾട്ട്. അങ്ങനെ പോയാൽ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും കർത്താവിൻ്റെ വരവിങ്കൽ അനന്യമായി വെളിപ്പെടും. ദൈവം പറഞ്ഞത് ചെയ്യാൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസേജാണ് നമ്മളിന്ന് വായിച്ചത്. We can see here, first verse 12 is showing what is the relationship of a church or a believer to the pastor. And next verse 13 shows how a relationship from a church or a believer to the pastor. And then verses 14 and 15 shows how believers should behave between each other. And then 16 through 19 it shows how we need to have a relationship with God. If we do those things, the rest of the verses shows that the culmination, may the God of peace himself sanctify you entirely. That is the outline of this chapter. അല്പം കാര്യം മാത്രം പറഞ്ഞ് ഹോളി കമ്മ്യൂണിയൻ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം പ്രസംഗിക്കാനായിട്ട് സമയമില്ല. എന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേ. സ്തോത്രം പറയാൻ പറ്റാവുന്ന ഒരു പ്രസംഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാനൊന്ന് ദൈവത്തിൽ ആശ്രയിച്ചെന്ന് പറയാം. ഒരു ലോക്കൽ സഭ ശ്രദ്ധിച്ച് കേൾക്കണം. അനുഗ്രഹമായിട്ട് പോകാൻ, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഒരു ലോക്കൽ സഭ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പോകാൻ ഈ 4 കാര്യം നടന്നേ പറ്റുള്ളൂ. If a local church to be a blessed church or a local church to be being blessed, we need to have these 4 characteristics. ഈ 4 കാര്യം എല്ലാ സഭയിലും ഉണ്ടാകണം. ഈ 4 കാര്യത്തിൽ എല്ലാ സഭയിലെ അംഗങ്ങളും വളർന്നു വരികയും വേണം.
These four characteristics should be there in all churches, and all believers or church members should grow in these four characteristics. സാധാരണ പോള് അതിഗൗരവമേറിയ കാര്യം പറയുമ്പോൾ ഐ കമാൻഡ് യു, ഐ ചാർജ് യു, ഇങ്ങനെയുള്ള അപ്പോസ്റ്റോലിക് അതോറിറ്റിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ ഭാഗം പറയുന്നത് ഐ റിക്വസ്റ്റ് യു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. Usually, Paul, whenever he exhorts certain important commands, he usually say, I command you, I urge you. But here, Paul actually requesting the church. നിങ്ങളുടെ വാക്ക് കണ്ടോ, അപേക്ഷിക്കുന്നത്. അങ്ങനെങ്കിൽ ഈ വചനം പ്രബോധിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇതൊരു റിക്വസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സഭയല്ല, ലോകത്തിലേത് സഭയും നന്നായിട്ട് പോകുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പാസേജ് എടുത്തത്. That is the reason I also request all of you and urge you to follow these patterns so that our church also will be always blessed. കർത്താവ് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ 1-ാം അധ്യായം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിലെ ഏറ്റവും മോഡൽ ചർച്ച് എന്ന് വിളിക്കാവുന്നത് തെസ്സലോനിക്ക ചർച്ചാണ്, ഏറ്റവും നല്ല ചർച്ച്. When I delivered from this first chapter of this book, I said that the best church in the New Testament period is the Thessalonian church. എന്നാൽ 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പം അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ആ സഭയിലുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാം അത് മോഡൽ ചർച്ചാണ്, പക്ഷെ പെർഫെക്റ്റ് ചർച്ച് അല്ല. We can see a little bit of troubles are coming inside by chapter 5. Since there are little bit troubles, we can say that it is a model church, but it is not an ideal church. ആ മോഡൽ ചർച്ചിൽ അല്പം പ്രയാസങ്ങളൊക്കെ വന്നപ്പം അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ എഴുതുകയാണ്, അങ്ങനെയാകരുത്, ഇങ്ങനെയാകണം, അങ്ങനെ ആകരുത്, ഇങ്ങനെ ചെയ്യണം, ദൈവത്തോട് ഇങ്ങനെ ആയിരിക്കണം, അന്യോന്യം ഇങ്ങനെ ആയിരിക്കണം, ഉപദേശി വിശ്വാസിയോട് അങ്ങനെ ആയിരിക്കണം, വിശ്വാസി ഉപദേശിയോട് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ചെയ്താലാണ് സഭ സ്വീറ്റായിട്ട് ജോയ്ഫുള്ളായിട്ട് സഭ ദൈവപ്രസാദകരമായിട്ട് പോകുന്നത്. ഇതിന് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. Apostle was reminding it, since there is a little troubles arose, Apostle was urging everyone, follow these four characteristics. If you do so, our church will be beautiful and our character and conduct will be blessed. 12-ാമത്തെ വാക്യം, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രയോഗം കൂടെ അവിടെ ഉണ്ട്. സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. സഹോദരന്മാരെ, we can see here it is beginning by saluting like brethren. അവിടെ വാസ്തവത്തിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ എന്നുണ്ട്, ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നയാളുടെ ഒരു ടൈറ്റിൽ അവിടെ കാണുന്നില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നു? അതായത് എല്ലായിടത്തും വായിക്കുമ്പം അങ്ങനെ ഭരിക്കുന്നവരെ പറ്റി വായിക്കുന്നത് എൽഡേഴ്സ്, പാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ഓവർസിയേഴ്സ്, ബിഷപ്സ് എന്നൊക്കെ കാണാം. എന്നാൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈറ്റിൽ ഇല്ല. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന, നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവരെ അറിഞ്ഞ് അങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. Here we can see Paul is actually requesting by saluting them as brethren, but not calling them as elders or bishops or pastors. There is no specific title mentioned there. അല്പം പറയാൻ പോയ സമയം പോകും. ടൈറ്റിൽ ആരെ പാസ്റ്റർ എന്ന് വിളിക്കുന്നില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഈ സഭ തുടങ്ങിയിട്ട് വളരെ ചുരുക്കം വർഷങ്ങളെ ആയിട്ടുള്ളൂ. അവിടെ ഒരു പാസ്റ്ററായിട്ട് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്ന് ആരും തന്നെ കാണാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം അതൊരു ബേബി ചർച്ചാണ്, അതൊരു ന്യൂ ബിഗിനേഴ്സിൻ്റെ ചർച്ചാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ ഇപ്പം ഞാനോ എമോറിസ് പാസ്റ്റർ ഇല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ആ റോൾ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ അത്രയും മെച്യൂറായ ആളുകൾ ആ ചർച്ചിൽ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈറ്റിൽ പറഞ്ഞ് അവരെ വിളിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു ഗ്രോയിങ് ലീഡർഷിപ്പ് ഉണ്ട്. അവരോടാണ് ഈ കാര്യം പറയുന്നത്. We can see this church is a brand new church. It didn't come into existence for a long time. That's why there are no one to be mature like an elder or a pastor. That is the reason he is exhorting them brothers. ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ സഭാ ശുശ്രൂഷകനെ 4 പേര് വിളിക്കുന്നുണ്ട്. 4 പേര്. In New Testament, a church leader was mentioned with 4 titles. ഏറ്റവും അധികം വിളിക്കുന്നത് മൂപ്പൻ എന്നാണ്, എൽഡർ എന്ന പേരാണ് ഏറ്റവും അധികം ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുള്ളത്. Most of the time it was mentioned as the elder of the church. നമ്മൾ ചിന്തിച്ചു വെച്ചേക്കുന്ന ഈ എൽഡർ എന്ന് പറഞ്ഞ സഭയിൽ പ്രായമുള്ള ആൾക്കാരാണെന്നല്ല, പാസ്റ്ററിന്റെ പേരാണ് എൽഡർ കേട്ടോ. Another name for the pastor was mentioned in the book of New Testament period is elder. ഈ ചില ആൾക്കാരൊക്കെ പറയുന്നത് ബ്രദറുകാർക്ക് പാസ്റ്റർമാരില്ലേ എൽഡർമാരെ ഉള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എൽഡർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ തന്നെയാണ്. Elder is another name for pastor. ആ എൽഡർ എന്ന വാക്ക് കൊടുക്കാൻ കാര്യം ഏറ്റവും അധികം
ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ എൽഡേഴ്സ് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അങ്ങനെയല്ലേ വായിക്കുന്നത്? വളരെയധികം പ്രാവശ്യം എൽഡേഴ്സ്. അതുകൊണ്ട് ഞങ്ങളുടെ എൽഡറാണ് ഇന്നയാളെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കേട്ടോ. So it is not any wrong to mention pastor as an elder. ആ എൽഡർ എന്നുള്ള പദം സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി, That elder shows spiritual maturity. അതായത് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പം 60 വയസ്സുള്ള ഒരാൾ 60 വയസ്സായതുകൊണ്ട് എൽഡറാക്കാൻ പറ്റുകയില്ല. അദ്ദേഹം സ്പിരിച്വലി മെച്യൂർ ആയിരിക്കണം. If a person is of 60 years of age, they won't be mature and we cannot call them by their age as an elder. But if they are spiritually mature, then only that person can be represented as an elder. എൽഡർ എന്ന് വിളിക്കുന്നുണ്ട്. ഓവർസിയർ എന്നൊരു പേരുണ്ട്. ഓവർസിയർ, നമ്മൾ ചർച്ച കൊണ്ട് ഓവർസിയർ അല്ല, ബൈബിളിൽ ഓവർസിയർ എന്ന് വിളിക്കുന്നത് പാസ്റ്ററെ തന്നെയാണ്. Another name also given to a pastor in the New Testament is overseer. അതിനെ മലയാളത്തിൽ വിളിച്ചേക്കുന്നത് അധ്യക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അധ്യക്ഷൻ, It is as a presiding officer or as leader. അധ്യക്ഷൻ. ഒരു കാര്യം നയിക്കുന്നയാളെ മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ അതോറിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് ഓവർസിയർ എന്ന് വിളിക്കുന്നത്. ഓവർസീഡ് ചെയ്യുന്ന ആൾ. Another thing is a spiritual authority in order to show that one person who oversees is mentioned as overseer. ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന പദം പാസ്റ്റർ എന്നുള്ളതാണ് കേട്ടോ. Very little mention this word pastor. ഷെപ്പേർഡ് എന്ന് വളരെ കുറച്ച് പ്രാവശ്യമേ ന്യൂ ടെസ്റ്റ്മെന്റ് വിളിച്ചിട്ടുള്ളൂ. Another area it was mentioned as shepherd. ഷെപ്പേർഡ് എന്ന് വിളിക്കാൻ കാര്യം എന്നാണെന്നറിയാം? ആടിന് തീറ്റ കൊടുക്കുന്ന ആളായതുകൊണ്ടാണ് ഷെപ്പേർഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആടിന് നല്ല തീറ്റ കൊടുക്കാത്ത ആളെ ഉപദേശിച്ച് വിളിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. Shepherd is those who feed the sheep. That's why a shepherd. Feed the sheep and protect the sheep. And those who feed the sheep and protect the sheep, that person is shepherd. ഇനി നാലാമതൊരു പേരൂടെ ഉണ്ട്. അത് നൗണായിട്ട് പറഞ്ഞിട്ടില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിനകത്താണ് നിങ്ങളെ നടത്തുന്നവർ എന്നൊരു പേരുണ്ട്. നിങ്ങളെ നടത്തുന്നവർ. Again another word, those who are leading you. In the book of Hebrews chapter 12 we can see that. ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ളൂ. ഇനി എൽഡർ എന്നും വിളിക്കാം, പാസ്റ്റർ എന്നും വിളിക്കാം, ഓവർസിയർ എന്നും വിളിക്കാം, നയിക്കുന്നവനെന്നൊക്കെ വിളിക്കാം. സെയിം ആളാണ്. ആ പേര് പറയുന്നതിൻ്റെ കാര്യം ആ ശുശ്രൂഷയിൽ ആ ചെയ്യുന്ന കാര്യത്തെ ഉദ്ദേശിച്ചാണ് ആ പേര് പറയുന്നത്. The name doesn't matter. We can call in either of these names which we just mentioned, but it does not depend upon the title, but what they are doing. That is the most important thing. ഞാൻ ഇനിയും അതിൻ്റെ ഔട്ട്ലൈൻ പറയാം. പറഞ്ഞിട്ട് പ്രസംഗിക്കുക, സമയമുണ്ടെങ്കിൽ പ്രസംഗിക്കുക. എല്ലാവരും 12:13 നോക്കിയേ. 12-ാം വാക്യം ഒരു പാസ്റ്ററിൻ്റെ 3 ഉത്തരവാദിത്തമാണ്. 12-ാം വാക്യം 12 verse 12, relationship or a pastor's responsibility to the church. 1 അധ്വാനിക്കണം, diligently labor. 2 ഭരിക്കണം, He needs to rule. 3 പ്രബോധിപ്പിക്കണം. He needs to exhort. ഇതാണ് ഒരു ഉപദേശിയുടെ സഭയുടെ ജോലി. ഒന്നുകൂടെ പറയാം. അധ്വാനിക്കണമെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യണം. They need to, an elder needs to work hard. 2 ഭരിക്കണം. ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം പറയാം. ഭരിക്കണം, Rule. 3-ാമത്തേത് പ്രബോധിപ്പിക്കണം, ഉപദേശിക്കണം, പഠിപ്പിക്കണം. ഇതാണ് 3 റോൾ. ഇതാണ് ലോക്കൽ സഭയിൽ ഉണ്ടാകേണ്ട 3 കാര്യം. എല്ലാവരും ഓർത്തോണം. A local church, a pastor should have these 3 characteristics. One is that person should be hardworking, and the next one is that person should rule, and the third one is that person should be able to teach or instruct in the right way. ഇനിയും പാസ്റ്റർ ജോലി അത് 3-ആണ്. വിശ്വാസിയുടെ 3 ജോലി അടുത്ത വാക്യത്തിനകത്തുണ്ട്. ശ്രദ്ധിച്ചോ. The next 3 responsibilities of a believer. Verse 13. എന്താ? ഒന്നാമത്തെ കാര്യം പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിയണം. അതായത് ഉപദേശിയെ വിശ്വാസികൾ എന്ത് ചെയ്യണം? അറിയണം. We need to know the pastor. 2 ഏറ്റവും സ്നേഹത്തോടെ, ഇതെന്നാ വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്നാ? ഒന്ന് വായിച്ചെല്ലാവരും. Esteem them very highly in love. എനിക്കിനി 10 മിനിറ്റ് ഉള്ളൂ. ഇത് പ്രബോധിപ്പിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാൻ 10 വട്ടം ആലോചിച്ച് പറയണം വേണ്ടെന്നുള്ള കാര്യം. 1 അറിയണം. വിശ്വാസികൾ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ല ഞങ്ങളെ മാത്രം പാസ്റ്റർ മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. ഞാൻ എത്ര വട്ടം പറയണം, നിങ്ങൾ ആരെങ്കിലും എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും പറയാറുണ്ട് ഞങ്ങളുടെ കാര്യം പാസ്റ്ററോടല്ല ആരോടാ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട് എൻ്റെ കാര്യം ഞാൻ ആരോടാ പറയുന്നത്. ഹൈലൈറ്റ് ചെയ്തോണം. അറിയണം,
ഏറ്റവും നല്ലൊരു ഗ്രീക്ക് ഞാൻ പറയാം. ഞാൻ അധികം ഗ്രീക്ക് പറയില്ല, ഇന്ന് ഞാൻ ഏറ്റവും നല്ലൊരു ഗ്രീക്ക് പറയാം. ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. മൂന്നാമത്തെ എല്ലാവരും കൂടെ നോക്കിയേ എന്ന് പറഞ്ഞാൽ ഉപദേശിയോട് വഴക്ക് പിടിക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ And three characteristics or three responsibilities of a believer. First, we need to know the pastors, and then we need to esteem them very highly in love. And the third thing is live in peace with the pastor. ആദ്യം ഞാൻ ഈ 12-13 വാക്യം വായിച്ചപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളേ, പക്ഷേ ഇത് അല്പം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ആഴ്ചകൾ പ്രബോധിപ്പിക്കാനുള്ള കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. Amen. Hallelujah. First I thought that what I need to deliver, but then when I think through, when I meditated through the verses, it has tons and tons of things to share with you all throughout the week. പ്രിയപ്പെട്ടവരെ, ഒരു സഭയുടെ ശുശ്രൂഷകൻ അധ്വാനിക്കുകയും പ്രബോധിപ്പിക്കുകയും ഭരിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾ അറിയുകയും സ്നേഹിക്കുകയും സമാധാനമായിരിക്കുകയും ചെയ്യണം. ഇതാണ് ഒരു ലോക്കൽ സഭയെ ഒരു കുടുംബമെന്ന നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നോ? How a local church can be a family. Once the local church's pastor, he will be a hardworking, a ruling and an instructing, correctly dividing the word of God. Then that local church members should know the pastors in a dear way and also esteem that pastor in a very high in love and also live in peace with the pastor. That is the responsibility of a beautiful church. ഇനി നമുക്ക് പെട്ടെന്ന് 6 കാര്യത്തെ ഓരോ സെന്റൻസേ പറയാൻ പറ്റത്തുള്ളായിരിക്കും, പക്ഷെ ഒരു കാര്യം വിവരിച്ച് പറയാം. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന എന്നൊരു പ്രയോഗമുണ്ടോ? നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന. We can see here a specific phrase used, those who diligently labor among you. അതിൻ്റെ ഒറിജിനൽ അർത്ഥം ടു വർക്ക് ടു ദ പോയിന്റ് ഓഫ് സ്വെറ്റ് ആൻഡ് എക്സോഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അധ്വാനത്തോടെ വിയർപ്പൊഴുക്കി ഹാർഡ് വർക്ക് ചെയ്യുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. The meaning of that thing is diligently labor, means they should work really hard. അങ്ങനെയെങ്കിൽ ഉപദേശിയുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ്? What is the working hard of a pastor? അദ്ദേഹത്തിൻ്റെ അധ്വാനം എക്സ്പ്ലെയിനിങ് ദ ഗോസ്പൽ, എക്സ്പ്ലെയിനിങ് ദ ട്രൂത്ത്, അപ്ലൈയിങ് ദ ട്രൂത്ത്, വാണിംഗ് ദ ബിലീവേഴ്സ്. നിങ്ങൾക്കതിനോട് ചേർക്കാം ഒരു ശുശ്രൂഷകൻ്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഈ നിലയിൽ സഭയെ ദൈവവചനം പറഞ്ഞ് നടത്തുക എന്നതാണ് ഉപദേശിയുടെ അധ്വാനം. An elder's hard work is they should be able to explain the truth very clearly and instruct the church members in the right way and give them strong warning in order to avoid pitfalls. നിങ്ങൾ ആ അധ്വാനം മനോഹരമായിട്ട് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിനകത്തുണ്ട്. ഫസ്റ്റ് തെസ്സലോനിയൻസ് 2:9. ഒരു മിനിറ്റ് 7-ാം വാക്യം. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ നിങ്ങളുടെ ഇടയിൽ. ഇതാണ് ഉപദേശി. A pastor or an elder, how he is gentle, it is showing by a metaphor here we can see as a nursing mother. എന്താ നേഴ്സിംഗ് മദർ എന്ന് പറഞ്ഞാൽ? എന്നെ ആപ്റ്റായിട്ടുള്ള എക്സാമ്പിൾ ആണെന്നറിയാമോ, മെറ്റഫർ ആണെന്നറിയാമോ? നേഴ്സിംഗ് മദർ എന്ന് പറഞ്ഞാൽ 24 hours ജോലി എന്നുള്ളതാണ്. What is why that nursing mother phrase they are used? Because nursing mother has a work 24 hours of a day. ഒരു റെസ്റ്റും ഇല്ല, 24 മണിക്കൂറും ജോലിയാണ് നേഴ്സിംഗ് മദർ. ഇതാണ് പാസ്റ്റർ. A nursing mother cannot take any rest. They need to work 24 hours. That is the simile used for a pastor. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കാര്യം വായിക്കുമായിരുന്നു. ഒരു പാസ്റ്റർ പറയാം, ഇന്ന് അദ്ദേഹം പ്രസംഗനൊന്നും അല്ല, അദ്ദേഹം ഒത്തിരി അത് റിട്ടയർഡൊക്കെ അയാൾ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം ഒരു സെർമണെ ആഴ്ച പറയാറുള്ളൂ. 30 മണിക്കൂർ വായിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതൊന്ന് എഴുതിയെടുക്കാൻ 30 hours. One pastor was mentioning that in order to deliver a message, he usually spent almost 30 hours. അദ്ദേഹത്തിൻ്റെ അത്ര ക്വാളിറ്റിയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് സത്യത്തിൽ അധ്വാനം എന്ന് പറഞ്ഞാൽ. സഭ നന്നായി പോകാൻ അധ്വാനിക്കണം. And working hard, we can see here how that represents. എനിക്ക് ഒത്തിരി കാര്യം പറയാൻ ആ വാക്യത്തിനകത്തൊക്കെ ഉണ്ട്. പോൾ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ഫസ്റ്റ് കൊരിന്ത്യൻസിനകത്ത്, ഞാൻ നിങ്ങളെക്കാൾ അധികം
അധികം വളരെ അധ്വാനിച്ചിരിക്കുന്നു, ഞാനല്ല എന്നോടുകൂടെയുള്ള അവൻ്റെ കൃപയത്രേ. ആ വാക്ക് കണ്ടോ? നിങ്ങളെക്കാൾ അധികം അധ്വാനിച്ചിരിക്കുന്നു. We can see in another area, 1 Corinthians, Paul was mentioning about that I worked really hard, harder than all of you. But that hard work is not produced by myself, but it is purely by the grace of God. നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്, അതിനായി, കൊലോസ്യ ലേഖനം 1-ന്റെ അവസാന വാക്യം, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി കൊണ്ട് പോരാടി അധ്വാനിക്കുന്നു. എന്തിനു വേണ്ടിയാ? ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. Amen. In order to have a spiritual growth, in another area, Paul was saying that for this purpose I labor, striving hard. ഒരു പാസ്റ്ററെ സഭയിലെ ആളുകൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് തൃപ്തിയാകുകയില്ല. A pastor won't be satisfied if a person is being born again. ഒരു സോ കോൾഡ് നെയിം സേക്ക് ബിലീവർ ആയിട്ടിരുന്നാൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. അതിനാണ് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം കൊണ്ട് പോരാടി അധ്വാനിക്കുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതാണ് നമ്മൾ വായിച്ച വാക്യം, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന. That is the reason a pastor should work hard, striving hard, and teaching every man with all wisdom, so that we may present every man complete in Christ. രണ്ടാമത്തെ പദം എപ്പോഴെങ്കിലും ഒക്കെ വിശദമായിട്ട് പറയാം. അധ്വാനിക്കുന്ന, 2 കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്ന. അല്പം കൂടെ ഒന്ന് ഊർജ്ജമായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ടിരുന്നേ. First point is hard working person, striving hard or diligently working, and the second one is ruling them. അതോ ഈ പൗലോസ് എഴുതി വെച്ചേക്കുന്ന ഒന്നും ഒരു കൃപയില്ലാത്ത കാര്യമാണെന്നാണ് ചിന്തിക്കുന്നത്? ഇത് ഇൻസ്പയർഡ് പോൾ എഴുതിയെന്നേ ഉള്ളൂ. പോളിനൊരു കൺട്രോളും ഇല്ല. ഹോളി സ്പിരിറ്റ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറിയെ നിയന്ത്രിച്ച്, തൻ്റെ എല്ലാ കാര്യത്തെയും നിയന്ത്രിച്ച്, ഹോളി സ്പിരിറ്റിൻ്റെ സ്ക്രിപ്ചറാണിത്. ഗോഡ് ബ്രീത്ത് ഔട്ട് സ്ക്രിപ്ചർ എന്നല്ലേ വായിക്കുന്നത്. അധ്വാനിച്ചു. രണ്ടാമത്തെ കാര്യം ഭരിച്ചു. ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മുന്നിൽ നിന്ന് വഴി ഇതാണ്, ഇതിലേ പോകണം എന്ന് പറഞ്ഞ് നടത്തുക എന്നാണ് ഭരിക്കുക എന്നതിൻ്റെ അർത്ഥം. The meaning of ruling means you have to show the church members the path to lead or move forward, and that is what ruling means. ചുമ്മാ ഭരിക്കുക എന്നല്ല, കർത്താവിൽ നിങ്ങളെ, അങ്ങനെയല്ലേ വായിക്കുന്നേ. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നാ? പാസ്റ്റേഴ്സ് ആർ നോട്ട് സെൽഫ് അപ്പോയിന്റഡ്. ചർച്ച് അപ്പോയിന്റ് ചെയ്തതല്ല, സെൽഫ് അപ്പോയിന്റ് ചെയ്തതല്ല, ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഈ അധികാരം കർത്താവിനാലാണ്. ദൈവം നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച സഭ എന്നാണ് വായിക്കുന്നത്. ദൈവം നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച കർത്താവിൻ്റെ സഭ, അതാണ് ഇൻ ദ ലോർഡ് എന്ന ആ ഫ്രേസ്. Amen. We can see that the ordinance is not from the ordinance, and the authority is not from men, but the authority is coming from Lord. That is why it is written like charge over you in the Lord. ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം, ഇത് സെൽഫ് അതോറിറ്റി അല്ല, ഇറ്റ് ഈസ് ഡെലിഗേറ്റഡ് അതോറിറ്റി. ഇത് ഒരാൾ എന്ത് ചെയ്താ? തന്നതാ. സ്പിരിച്വൽ അധികാരം മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ പുസ്തകത്തിലൂടെ പറയാനുള്ള അധികാരം മാത്രം, അതാണ് നിങ്ങളെ ഭരിക്കുക എന്നതിൻ്റെ അർത്ഥം. Amen. Spiritual authority is delegated by God. It is not delegated by men. ഇങ്ങനെ ഉപദേശിക്ക് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല, പക്ഷെ ഒറ്റ അധികാരമുണ്ട്, പുസ്തകം എടുക്കുമ്പോൾ ruling. And pastor കാരണം എന്നാ? കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്ന. 1 ഹാർഡ് വർക്ക് ചെയ്യുക, 2 കർത്താവിൽ നിങ്ങളെ നയിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. And the meaning is a pastor should work hard and give instruction and with rules and charge everyone in the Lord and give the correct instruction. അവിടെ കൊണ്ടും തരുന്നില്ല, ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ. Not only that, we need to instruct. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷം തോന്നുന്നു ക്രമമായിട്ട് പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. ഒരു ഉപദേശിക്ക് ബൈബിൾ ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ സ്കില്ലേ ഉള്ളൂ, 1 ഫങ്ഷണൽ അതോറിറ്റി ഉള്ളൂ. എന്നാണെന്നറിയാമോ? പ്രീച്ച് ആൻഡ് ടീച്ച്. വേറെ ഒരു കാര്യമില്ല. ബാക്കി നിങ്ങൾ 1 തിമോത്തി 3, ടൈറ്റസ് ചാപ്റ്റർ 1 വായിച്ചു നോക്കിയാൽ മതി. ബാക്കി എല്ലാം ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
സ്റ്റേജിൽ നിൽക്കാൻ ഒറ്റ കാര്യമുള്ളൂ. സ്റ്റേജിൽ നിന്ന് ചെയ്യേണ്ടത് only one skill God is demanding from a pastor is teach the Bible. Amen. Hallelujah. Hallelujah. നോക്കൂ, Amen. അതാണ് പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. And that ഇനി is, നിങ്ങൾ പറ, ആരാണ് യഥാർത്ഥ ഉപദേശി? who is a true pastor? അധ്വാനിക്കണം, That pastor. ഭരിക്കണം, പ്രബോധിപ്പിക്കണം. മറക്കുകയല്ലോ, ഞാനിത് വീട്ടിൽ നിന്ന് ആലോചിച്ചിട്ടാണ്. ഭയങ്കര ഡള്ളായിരിക്കും പ്രസംഗമെന്ന് ആലോചിച്ചിട്ട് തന്നെ ഞാൻ വന്നേ. ഇന്ന് രാവിലെയും കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് തന്നെ പറയണോ? Who is a pastor? A pastor should be a person who is hardworking, and a pastor who is able to rule, and a pastor should be able to teach and instruct the church in the right direction. 3 കാര്യം ഉപദേശിച്ച് ചെയ്യണം. വെരി ക്ലിയർ ആയിട്ടല്ലേ എഴുതി വെച്ചേക്കുന്നേ? It is very clearly written here. എന്തിനാണെന്നറിയാമോ ഞാൻ എല്ലാ പദങ്ങളും എടുക്കുന്നേ? എല്ലാ വേർഡും പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാ. Since Holy Spirit breathed word, that's the reason I am picking and choosing each and every word. ലോകത്തിൽ ഒറ്റ ട്രൂത്തേ ഉള്ളൂ, അത് ഈ പുസ്തകം മാത്രമാണ് കേട്ടോ. There is only absolute truth. only one and only one absolute truth in the whole world. That is the book of Bible. അതുകൊണ്ട് അത്ര സീരിയസ് ആയിരിക്കണം നമ്മൾ ഇതിനോട് അടുക്കുമ്പോൾ. So whenever we approach the word, we need to be really serious. 3 ജോലി ഉപദേശി ചെയ്യണം. ഇനി വിശ്വാസികളുടെ 3 ജോലി താഴോട്ട് എളുപ്പം. And the three responsibilities of a pastor and 3 responsibilities of a believer. ഒരിടത്ത് ഈ ആദ്യത്തെ വാക്യം പ്രസംഗിച്ചപ്പം ഒരു പ്രായമുള്ളൊരു അപ്പച്ചൻ പ്രസംഗിച്ചപ്പം വിശ്വാസികളെല്ലാം ചിരിച്ചു. ഒരു ഉപദേശിക്ക് ഇത്രയും ജോലിയുണ്ടല്ലേ, പ്രബോധിപ്പിക്കണം, അധ്വാനിക്കണം. ആ പാസ് അന്ന് സൺഡേയിലെ സർമ്മ നിർത്തിയത് നെക്സ്റ്റ് വേഴ്സ് ഓൺ നെക്സ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ നിർത്തിയത്. അദ്ദേഹം ഇത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. കാര്യം വിശ്വാസികൾ തന്നെ ചിരിക്കേണ്ട, വിശ്വാസികളുടെ ഉത്തരവാദിത്തം 13-ാം വാക്യം എന്താ? അറിയണം. First responsibility of a believer is we need to know the pastors. അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്. Esteem them highly in love. അതിനു മുമ്പ് we request you brethren that you appreciate those who you appreciate. verse 12 ലാണ് കിടക്കുന്നത്. You appreciate. അതിൻ്റെ ഒറിജിനൽ അർത്ഥം മലയാളം വെരി ക്ലിയറാ. അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? സഭാ ശുശ്രൂഷകനെ പറ്റി ദൈവമക്കൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. We need to know very clearly about a pastor. We need to appreciate them. അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഡീപ് കൈൻഡ് ഓഫ് നോളജ് ആൻഡ് ഇൻറ്റിമേറ്റ് കൈൻഡ് ഓഫ് നോളജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അറിയുക എന്ന് പറഞ്ഞാൽ എത്രയും ആഴമായിട്ടറിയാമോ എന്ന് പറഞ്ഞാലേ, ഒരു ഉപദേശിയുടെ ഭാരങ്ങളും കഷ്ടങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവമക്കൾക്ക് നല്ല അറിവുണ്ടായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. A deep knowledge or an intimate knowledge of a pastor, what they are going through, what they are in, which state they are in, we need to know them personally. ഈ ലോക്കൽ ചർച്ചിലെ കാര്യം മാത്രമല്ല, പുറത്തൂടെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെ അറിയണം? അദ്ദേഹത്തിന് സാമ്പത്തിക ആവശ്യം ഉണ്ടെങ്കിൽ സഭ എന്ത് ചെയ്യണം? അറിയണം. If a pastor is in financial need, that church should know. എനിക്കിഷ്ടമുള്ളൊരു വാക്യമുണ്ട്, ഫസ്റ്റ് തിമോത്തി 5:17. എങ്ങനെ വാക്യം? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എൻ്റെ ആഗ്രഹം. ഒന്ന് നോക്കിയേ, ഫസ്റ്റ് തിമോത്തി 5:17. 2-3 പേജ് ഇങ്ങോട്ട് മറിച്ചാൽ മതി. അവർ വായിക്കുകയല്ല, ഞാൻ വായിക്കാം. നന്നായി ഭരിക്കുന്ന പ്രത്യേകം വചനത്തിൽ ഉപദേശത്തിൽ അധ്വാനിക്കുന്നവരെ തന്നെ പൈസ ഡബിൾ സാലറി കൊടുക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വേറെ ഒരു കോണ്ടെക്സ്റ്റും അല്ല, അത് തന്നെ അതിൻ്റെ അർത്ഥം. എല്ലാവരും വായിച്ച് നോക്കണം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് വല്ല കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് വേണ്ട കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അറിയുക എന്ന് പറഞ്ഞാൽ എന്നാ? അദ്ദേഹത്തിൻ്റെ മാനസിക ശാരീരിക എല്ലാ കാര്യങ്ങളെ പറ്റിയും ദൈവസഭയ്ക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഇതാ ലോക്കൽ ചർച്ച്. A local church should know them personally and intimately, a pastor. അവിടെ ഈ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡബിൾ ഓണർ. എത്രമാത്രം മാനിക്കാമോ? പക്ഷേ ഉഴപ്പൻ ഉപദേശിക്ക് ഇതൊന്നും പറയാൻ യാതൊരു റൈറ്റും ഇല്ല കേട്ടോ. ചുമ്മാ തേരപ്പാര നടക്കുന്ന ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന, ഭരിക്കുന്നവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. A pastor who is diligently working hard, that pastor only is actually applied to having this kind of double honor applicable to that type of നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ മതി. രണ്ടാമത് അറിയണം. ഒരു ഉപദേശിയുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്കറിയാമോ,
ഈ ഉപദേശിമാർക്ക് പലപ്പോഴും രാത്രിയിലൊന്നും ഉറക്കമില്ലാത്തതിൻ്റെ കാര്യം അവനവൻ്റെ കാര്യം ഓർത്തിട്ടല്ല, സഭയുടെ കാര്യം ഓർത്തിട്ടാണ്. We usually need to know an intimate knowledge of a pastor because they usually lack sleep not because of their personal problems but because of the church problems. They usually tend to have lack of sleep. നമ്മുടെയൊക്കെ ചർച്ച കൊച്ചു ചർച്ചകളായതുകൊണ്ട് സൺഡേ രാവിലെ ആരുടെയും ഫോൺ വന്ന അന്നേരം എനിക്കറിയാം ഇന്ന് വരികയെന്ന് പറയാനാണെന്ന്. Since our church is such a small local church, whenever I receive a phone call in Sunday morning, I know that they are going to be absent. അതിൻ്റെ അർത്ഥം ഇന്ന് തൊട്ട് ഉപദേശം വിളിച്ച് പറയുകയില്ല, അങ്ങനെ ആരും ചെയ്യാതിരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് അറിയുക, ഒരാളുടെ മുഖം വാടിയിരിക്കുന്ന കണ്ട് താഴോട്ട് വിശ്വാസികൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ. വിശ്വാസികളും ബലഹീനരെ താങ്ങണം, ഉൾക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തണം, അന്യോന്യം കാണുമ്പോൾ അറിയണം. ദാറ്റ് ഈസ് ദ മാർക്സ് ഓഫ് എ ഹെൽത്തി ചർച്ച്. Amen. We need to know an intimate knowledge of the pastor. And also we need to know each other also. അടുത്തത് ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. അത് ഒരു വാക്യം മാത്രം ഒന്ന് പറഞ്ഞിട്ട് പോകാം. അത് പോൾ അതിമനോഹരമായ ഒരു എക്സാമ്പിൾ. ഗലേഷ്യൻസ് 4:14. ഞാൻ ഈ റീസെൻ്റ്ലി നോട്ടീസ് ചെയ്തൊരു വാക്യമാണ് ഗലേഷ്യൻസ് 4:14. എങ്ങനെ വാക്യം? എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. അയ്യോ, ഗലാത്യ സഭ ഒരു ഉപദേശിയെ കൈക്കൊണ്ടത് കർത്താവിനെ പോലെയും ദൂതനെ പോലെയാണെന്ന്. അതാണ് ഏറ്റവും സ്നേഹത്തോടെ. അവിടെ ഒരു പ്രയോഗം കൂടെ ഉണ്ട്. ആ ഉപദേശിയെ വിചാരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കണ്ടോ കുടുംബം കണ്ടോ അല്ല, വേല നിമിത്തം. അങ്ങനെ തന്നെ വായിക്കുന്നത്, അവൻ്റെ വേല നിമിത്തം. And we can see in the book of Galatians that Galatian church how they treated their pastor. They were treating that pastor in a received that pastor as an angel of God, as Christ Jesus himself. ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് പറയാൻ സമയമില്ല. സമാധാനമായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ Be at peace. ദൈവത്തിന് പറഞ്ഞോട് എന്നോട് ഇവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്കിത് അറിയത്തില്ല. സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരു വലിയ പ്രമാണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ അത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Be at peace with each other. If there is any issues within the church, we have to make it straightened out as early as possible. നമ്മുടെ കർത്താവ് കരഞ്ഞ എന്തിനാണെന്നറിയാമോ? യെരുശലേമേ എന്ന് കർത്താവിൻ്റെ കാര്യം ഓർത്തിട്ടല്ല. ഇവരോട് എത്ര പറഞ്ഞിട്ട് ഇവർ മനസ്സിലാകുന്നില്ലല്ലോ. ജെരമ്യാ കരഞ്ഞതിന് വേണ്ടിയാണ്. ജെരമ്യാവിൻ്റെ കാര്യം ഓർത്തിട്ടല്ല, ഇവരോട് ദൂത് പറഞ്ഞിട്ട് ഇവർ അനുസരിക്കുന്നില്ലല്ലോ എന്നോർത്താണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് 3 റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാസ്റ്റർ ആൻഡ് 3 റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബിലീവേഴ്സ്. ഇത് ഒരുമിച്ചാണെങ്കിൽ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം ചുമക്കും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാഥൻ്റെ വരവിങ്കൽ നമ്മൾ അവനെ പോലെ ആകും. അതാണ് ദൈവസഭയുടെ അൾട്ടിമേറ്റ് പർപ്പസ്. ക്ലിയർ ആയോ? Ultimate purpose of a church is first 3 responsibilities towards a pastor should have towards the church, and a church members should have 3 next responsibilities to the pastor, and also we need to have certain responsibilities between the church members. And if we have all these things, and then if we have certain responsibilities towards God, and if we do that, God will enable us to have a culmination. The God of peace himself sanctify us entirely, and may his spirit and soul and body, our spirit, be preserved complete without blame at the coming of our Lord Jesus Christ. Amen.